എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് ഒരു സർപ്രൈസിങ് അപാരതയായിട്ടാണ്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ നാത്തൂൻസിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതും ജനുവരി 24, 25. ഓരോ ദിവസം വ്യത്യാസം മാത്രം. സംഭവം കേൾക്കുമ്പോൾ നമുക്ക് വാവ് വാട്ട് എ കോയിൻസിഡൻസ് എന്നൊക്കെ പറയാൻ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേരെയും ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടുപേർക്കുള്ള സർപ്രൈസ് ഒക്കെ പ്ലാനിങ്ങും സെറ്റിങ്ങും അത് എക്സിക്യൂട്ട് ചെയ്യലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ 2 ദിവസത്തെ വിശേഷങ്ങള് നമ്മൾ മേർജ് ചെയ്ത് ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം ഇക്കാക്ക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സംഭവം ലൈവ് പെർഫ്യൂം മേക്കിംഗ് ആണ് കേട്ടോ. ബൈ ദ ബൈ, ഇതും നമ്മുടെ ഷോപ്പിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഹാദി ഗോൾഡ് കവറിംഗ് പോലെ തന്നെ നമുക്ക് സമൃദ്ധ് പെർഫ്യൂംസിന്റെ സെയിൽസും ഉണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഈ പെർഫ്യൂം ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ. മറ്റാർക്കുമല്ല, നമ്മുടെ അലിയൻസിനാണ്. അപ്പൊ 2 അളിയന്മാർക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വരുന്നത് 2 പെർഫ്യൂമിന്റെ മിക്സിംഗ് ആണ്. അപ്പൊ അതാണ് ഈ കാക്കി ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അങ്ങനെ നമ്മുടെ ഒരു പെർഫ്യൂം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അതായത് 24th ജനുവരി ആണ്. മാഷാഅല്ലാഹ്, സൂപ്പർ ആണ് കേട്ടോ. സൂപ്പർ ഫ്രേഗ്രൻസ് ആണ്, എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഈ ലേബിളും കൂടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ 2 പെർഫ്യൂമും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രാത്രിയാണ് കേട്ടോ. ഏകദേശം ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാന്നാണ് പ്ലാനിങ് കേട്ടോ. ഷൈജാക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇനി നമ്മൾ ഇറങ്ങലാണ്. ഇനിയിപ്പോ നമ്മള് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഷൈജാന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. പക്ഷെ പോകുന്ന വഴി നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ സ്വന്തം കല്യാൺ ബേക്കേഴ്സിൽ കയറുക, കേക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മൾ കേക്ക് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാംഗോ ഫ്ലേവറിൽ വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. കേക്കൊക്കെ സെലക്ട് ചെയ്തു. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ആ ചോദ്യത്തിന് മുന്നിൽ കുറച്ചു നേരം ഞാൻ നിശബ്ദനായി നിന്നു. സംഭവം വെഡിങ് ആനിവേഴ്സറിക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചാടി പുറപ്പെട്ടെങ്കിലും ഇത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലെന്നേ. പിന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഷൈജ മുജീബ് എന്നൊക്കെ എഴുതി നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുത്തു. അപ്പോ കേക്കിന്റെ ഫൈനൽ പാക്കിങ്ങും സെറ്റിംഗ്സും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ ഷൈജന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നതിനെ കുറിച്ച് ഷൈജാക്ക് വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരാളെ സർപ്രൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ അവിടെ ചെല്ലുന്നത് മുതൽ ഓരോ കാര്യവും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതൊരു വിഷ്വലായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷൈജാന്റെ വീടെത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേട്ട് കയറാണ് കേട്ടോ. ഷൈജില്ലേ? ഷൈജോടെ പോയി. അങ്ങനെ അപ്പൊ സംഭവം മനസ്സിലായല്ലോ, ഷൈജ അവിടെ ഇല്ലായിരുന്നു. എളിപ്യനായി വിശന്തനായി പിരാന്തനായി ഞാൻ നടന്നു. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, അങ്ങനെ പവനായി ശവമായി. അങ്ങനെ മനസ്സൊക്കെ തകർന്ന് ആകെ തരിപ്പടായിട്ട് വരുന്ന എന്നെ ആയിരിക്കുന്ന 3 കണ്ടില്ലേ? ഒരു ടീം സ്പിരിറ്റ് പോലും ഇല്ലാതെയാണ് എന്നെ കളിയാക്കി കൊല വിളിച്ചത്. സംഭവം ശരിയാണ്, എന്റെ പ്ലാനിങ് ഒക്കെ മൊത്തത്തിലൊന്ന് പാളി. എങ്കിലും അത്ര നേരം കൂടെ നിന്നിട്ട് എല്ലാം കൊളവായി കഴിഞ്ഞപ്പോൾ 3 പേരും കൂടി സംഘം ചേർന്ന് എന്നെ കളിയാക്കുന്നത് ശരിയാണോ?
ജസ്റ്റ് കമന്റ് ബിലോ. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് ഷൈജാക്ക് അന്നൊരു ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടെ ചെന്നപ്പോ അളിയൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മള് കേക്കും ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് അളിയനൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്ത് നമ്മളൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞട്ടോ. അപ്പൊ ചിരിച്ചുകൊണ്ട് അളിയന്റെ ഒരു ചോദ്യം, ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ ആരാ സർപ്രൈസ് ആയേന്ന്. നല്ല രീതിയിൽ ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ. വഴി നീളയുള്ള ഇവരുടെ കളിയാക്കലും അപമാനവും ഒക്കെ ഏറ്റുവാങ്ങി നമ്മൾ ചെന്ന് കയറുന്നത് ഇയാന്റെ വീട്ടിലേക്കാണ് കേട്ടോ. സംഭവം ഇന്നത്തെ പ്ലാനിങ് മൊത്തത്തിൽ പാളിയെങ്കിലും നമുക്ക് നാളെയും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഇത്താത്തന്റെ വെഡിങ് ആനിവേഴ്സറി. അതെങ്കിലും കൊളവാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഈ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ചെടികളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അകത്ത് കയറി കഴിഞ്ഞ് ഞാൻ ഈ ചെടികളൊക്കെ നോക്കി പുതിയത് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നോക്കി കഴിഞ്ഞാണ് ഞാൻ വീട്ടിലേക്ക് കയറാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറെ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അളിയനും ഷൈജ എന്താ നമ്മളെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയ ശേഷം അളിയൻ ഹെൽത്തി ഫംഗ്ഷന് പോയിട്ടോ. അപ്പൊ അവിടെ നിന്ന് ഷൈജാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി നമ്മളെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തു. അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇയാന്റെ അവിടെ നിന്ന് ഇറങ്ങാണ്. കാര്യം എന്നെ കുറെ കളിയാക്കിയെങ്കിലും എന്റെ മുഖത്തെ മ്ലാനത കണ്ട് മനസ്സലിഞ്ഞ് എന്റെ ഹസ്ബൻഡ് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി നേരെ പോയത് ബാലഞ്ചേട്ടന്റെ കടയിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട, പിന്നെ കൂട്ടത്തില് ഇവിടുത്തെ മെയിൻ താരങ്ങളായിട്ടുള്ള ബീഫ് റോസ്റ്റും BDF-ഉം അതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചമ്മി വിഷമം തിന്നാ തീരും എന്നാണല്ലോ കാരണവന്മാര് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പൊറോട്ടയും ബീഫും BDF-ഉം ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കലാണ്. പൊറോട്ടയും ബീഫും കഴിച്ചാല് പിന്നെ ചൂടുള്ളൊരു സുലൈമാനി അത് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മള് അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇനി ഇറങ്ങലാണ്. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി റാൻഡം ആയിട്ട് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാ കിടക്കുന്നു ഷൈജയുടെ മെസ്സേജ്. അവര് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിലൊരു മെസ്സേജും. അവരൊരുപാട് ഹാപ്പിയാണ്, താങ്ക്സ് ഒക്കെ പറഞ്ഞു, ഗിഫ്റ്റ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷായിട്ടോ. ആക്ച്വലി നമ്മൾ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയല്ലേ, അവരൊന്ന് സർപ്രൈസ് ചെയ്യാ, ഹാപ്പി ആക്ക. അപ്പോ നമ്മുടെ പ്ലാനിങ് മൊത്തത്തിൽ പാളി എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, അതായത് സാറ്റർഡേ ആണ്. അപ്പൊ ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. വീക്കെൻഡ് ആണല്ലോ നാളെ. അപ്പൊ കുറച്ചൊന്ന് ഫ്രീ ആവണമെങ്കിൽ ക്ലീനിങ് ഒക്കെ ഇന്ന് തന്നെ തീർക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. മാത്രല്ല നമുക്ക് ഇത്താത്തന്റെ വീട്ടിലേക്ക് പോകണമല്ലോ രാത്രി. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഒരിക്കലും കോൾ വരുന്നത്. എന്റെ ഉമ്മയായിരുന്നു കേട്ടോ. പെട്ടെന്ന് താഴത്തേക്ക് വരാൻ പറഞ്ഞട്ടോ. എത്ര ചോദിച്ചിട്ടും കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. താഴെ എത്തിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ, ബീഫ് കറി, പിന്നെ നല്ല അടിപൊളി പുളിച്ചമ്മന്തി. കൊതി സഹിക്കാൻ വയ്യാണ്ട് ഒരു പീസ് കപ്പ എടുത്ത് പുളിച്ചമ്മന്തി കൂട്ടി ഞാൻ അങ്ങ് കഴിച്ചു. ആഹാ, കപ്പയും ബീഫൊക്കെ ആയിട്ട് ഒരു പ്ലേറ്റ് ഉമ്മ അങ്ങ് എടുത്ത് തന്നു. പിന്നെ എന്റെ പ്ലാനിങ്ങും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ പാടെ മറന്ന് ഞാൻ ആ കപ്പയും ബീഫും നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പൊ ടൈം ഇപ്പൊ ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ഇക്കൊക്കെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട് ഇത്താത്തനെ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഒന്ന് റാപ്പ് ചെയ്യലാണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായില്ലേ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. നമ്മൾ ഓൾമോസ്റ്റ് അതൊക്കെ തീർത്തട്ടോ. ഇനിയിപ്പോ നമ്മള് ഇത്താത്തനെ അങ്ങോട്ട് പോവാൻ വേണ്ടി ഇറങ്ങലാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കല്യാൺ ബേക്കേഴ്സിൽ എത്തിയിട്ടുണ്ട്. കേക്ക് സെലക്ട് ചെയ്യലോ തന്നെയാണ് പരിപാടി. ഇത്തവണ ഞാൻ മാംഗോ ഫ്ലേവർ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ ഐശ്വര്യക്കുറവുകൊണ്ടാണെങ്കിലോ. അപ്പൊ ഇത്തവണ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു വാഞ്ചോ കേക്കാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ നമ്മുടെ കേക്കിലേക്കുള്ള മാറ്റർ ഒക്കെ എഴുതി നമ്മുടെ കേക്ക് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. അങ്ങനെ നമ്മള് കേക്കൊക്കെ ആയിട്ട് നേരെ ഇത്താത്തന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
ഇന്നലെ ഷൈജാന്റെ വീട്ടിൽ പോയപ്പോ ഷൈജ ഇല്ലാനോണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. നമ്മൾ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പൊ ഇത്തവണ ഞാൻ റിസ്ക് എടുത്തില്ല. ഇത്തന്നെ മോള് നൗഫിന്റെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു സർപ്രൈസിങ് പരിപാടിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്താത്ത ഇന്നുണ്ടാവോ എന്നൊക്കെ ചോദിച്ചപ്പോള് ആള് പറഞ്ഞു ഇന്നൊരു നെയ്ബറിന്റെ കല്യാണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു 7:30 ആവുമ്പോഴേക്കും ഉണ്ടാവും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നമ്മളിതാ ഇത്താത്തന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ടൈം ഏതാണ്ട് ഒരു 8:45 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വാതിലൊക്കെ തുറന്ന അകത്തേക്ക് കയറിയിട്ടോ. പക്ഷെ ഇത്താത്ത എത്തിയിട്ടുണ്ടായിരുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോ അളിയനും നൗഫി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. ഇത്താത്തയും സാലിമും കല്യാണം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു. ഒരു 1/2 മണിക്കൂർക്ക് ശേഷം നടന്ന് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തത്തെ എത്തിയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി അവരങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടിച്ചു കയറി കൊടുക്കുന്ന ചില സർപ്രൈസസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ കണ്ണിലുണ്ടാവുന്ന പ്രകാശം, അവരുടെ മുഖത്തുണ്ടാവുന്ന ചിരി, അവരുടെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി അതെനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് വലിയ ഗിഫ്റ്റ് ആണോ ചെറിയ ഗിഫ്റ്റ് ആണോ എന്നുള്ളതിലൊന്നുമില്ല കേട്ടോ കാര്യം. നമ്മൾ കൊടുക്കുന്നത് കുട്ടി കുട്ടി സർപ്രൈസസ് ആണെങ്കിലും ഇനിയിപ്പോ ഒരു മിഠായി ആണെങ്കിൽ പോലും അവിടെ സ്പെഷ്യൽ ഡേ നമ്മൾ ഓർത്ത് വെച്ച് അവർക്കത് പ്രസന്റ് ചെയ്ത് നമ്മളൊന്ന് വിഷ് ചെയ്യുമ്പോണ്ടല്ലോ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അതെന്താണെന്നറിയോ, നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതായിരിക്കും അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ആൻഡ് അതൊക്കെ അവരുടെ ലൈഫിൽ നല്ല നല്ല മെമ്മറീസ് ആയിരിക്കും. സോ അവരുടെ മെമ്മറീസിൽ നമ്മളൊരു പാർട്ടാവാന്നുള്ളത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ നമ്മൾ എല്ലാരും കൂടി കേക്കൊക്കെ കഴിച്ച് പിന്നെ തന്നെ സ്പെഷ്യൽ ഷാർജയൊക്കെ കുടിച്ച് കുറേ നേരം അവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരലാണ്. ലൈഫിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള 2 ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.